ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ BPG ഇൻഫോ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഫേസ്ബുക്ക് പോസ്റ്റ്, ഫേസ്ബുക്ക് കവേഴ്സ്, ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആൻഡ് സ്റ്റോറീസ്, യൂട്യൂബ് ചാനൽ ആർട്ട് ആൻഡ് യൂട്യൂബ് തംബ്നെയിൽ, ലിങ്ക്ഡിൻ ബാനേഴ്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയയ്ക്കും പേഴ്സണൽ, ബിസിനസ്, മാർക്കറ്റിംഗ്, എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ഡിസൈൻ വർക്ക് ചെയ്യുന്ന ഒരു ആപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ആപ്പിൻ്റെ പേരാണ് ക്യാൻവ. നിങ്ങൾക്ക് വളരെ മനോഹരമായും ലളിതമായും ഡിസൈൻ വർക്ക് ചെയ്യാൻ കഴിയുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനാണിത്. മെലാനി പോർക്കിൻസ്, ക്ലിഫ് ബ്രാറ്റ്, കാമറോൺ ആഡംസ് എന്നിവർ ചേർന്ന് 2013 ഓസ്ട്രേലിയയിലെ പെർത്തിലാണ് ഈ വെബ്സൈറ്റ് തുടങ്ങിയത്. 4.7 സ്റ്റാർ വാല്യുള്ള 26 MBയും അതേമാതിരി 100 മില്യൺ പ്ലസ് ഡൗൺലോഡ്സുമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവ. ഇനി നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. നമുക്ക് പുറത്ത് പോയിട്ട് ഓപ്പൺ ചെയ്യാം. ക്യാൻവയിലേക്ക് നിങ്ങൾക്ക് സൈനപ്പ് വിത്ത് ഗൂഗിൾ അല്ലെങ്കിൽ സൈനപ്പ് വിത്ത് ഫേസ്ബുക്ക്, അതുമല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇമെയിൽ ഐഡിയോ ഒരു മൊബൈൽ നമ്പറോ ഉണ്ടെങ്കിൽ ക്യാൻവ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. ഇതാണ് ക്യാൻവയുടെ ഹോം പേജ്. ക്രിയേറ്റ് എ ഡിസൈൻ, ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ പോസ്റ്റർ, പ്രസൻറ്റേഷൻ, ലോഗോ, ഫ്ലയർ, കാർഡ്സ്, റെസ്യൂം, വീഡിയോ നമുക്ക് ചെയ്യാം ഇതിനകത്ത്. അതുപോലെ ഡോക്യുമെൻ്റ്, ഇൻവിറ്റേഷൻ, ഇൻസ്റ്റഗ്രാം സ്റ്റോറി, ഫോട്ടോ കോളേജ്, യുവർ സ്റ്റോറി, ബിസിനസ് കാർഡ്സ് തുടങ്ങി ഡെസ്ക്ടോപ്പ് വാൾപേപ്പേഴ്സ്, ഇൻഫോഗ്രാഫിക് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. തൊട്ടടുത്ത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, പോസ്റ്റേഴ്സ്, യുവർ സ്റ്റോറീസ്, ഇതെല്ലാം വിശദമായിട്ടും ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സും അതുപോലെ തന്നെ പേ വേർഷനുള്ള ടെംപ്ലേറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ്ബുക്ക് പോസ്റ്റേഴ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഫ്രീ ടെംപ്ലേറ്റ്സിലെ ടെക്സ്റ്റുകൾ മാറ്റി നമുക്കിഷ്ടപ്പെട്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. അതിന് ആ ടെക്സ്റ്റിൻ്റെ മുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് താനെ മാഞ്ഞു പോകും. ഇനി നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ടെക്സ്റ്റ് എന്താണോ പോസ്റ്റിലേക്ക് ആവശ്യമായത്, നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒരാൾക്ക് വേണ്ടി ഒരാളെ വിഷ് ചെയ്തുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ആണ് ഒരുക്കുന്നത്. ആ ഹാപ്പി ബർത്ത്ഡേക്കുള്ള ടെക്സ്റ്റിലേക്ക് വരുന്നത് ഫസ്റ്റിൽ ഹാപ്പി ടൈപ്പ് ചെയ്യാണ്. ഹാപ്പി ബർത്ത് ഡേ ടു യു. ഇനി ആർക്കാണോ വിഷസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര്, ഉദാഹരണത്തിന് രാജു കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു രാജു. ഇനി നമുക്ക് അതൊന്ന് ആ പേജിലേക്ക് നമുക്ക് ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് വയ്ക്കാം.
ഇതിപ്പോൾ മൊബൈലായതുകൊണ്ടാണ്. ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ PC യിലോ ഡെസ്ക്ടോപ്പിലോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത്. ഇതാ നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ആ പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ഫ്രീ ടെംപ്ലേറ്റ്സിൽ ഫോട്ടോ കൊടുത്തിരിക്കും. ആ ഫോട്ടോ കൊടുത്ത് നമുക്കിഷ്ടപ്പെട്ട ഒരു കേക്കിൻ്റെ ചിത്രം അവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുക. എന്നതിന് ശേഷം ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ ഡിലീറ്റ് പോയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രസ് ഐക്കണിൽ കൊടുത്ത് ഒരു ഫോട്ടോ, നമ്മുടെ മൊബൈലിൽ കിടക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യണം. അതിന് അപ്ലോഡ് വേർഷൻ ഇവിടെയുണ്ട്. അപ്ലോഡ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അപ്ലോഡ് മീഡിയ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇതിലാണ് ഓപ്പൺ ചെയ്ത് കിട്ടുന്നത്. ഡൗൺലോഡ്സിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് ഒരു കേക്കിൻ്റെ, ബർത്ത്ഡേ കേക്കിൻ്റെ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ബർത്ത്ഡേ കേക്കിൻ്റെ ചിത്രം വന്നിരിക്കുകയാണ്. നമുക്കതൊന്ന് ഡ്രാഗ് ചെയ്ത് യഥാർത്ഥ സ്ഥലത്തേക്ക് വയ്ക്കാം. നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും വയ്ക്കാം. നിങ്ങൾക്ക് അനുയോജ്യമായ, നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയാക്കി വയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾക്ക് വയ്ക്കാം. ഇതോടെ നമ്മൾ ഏകദേശം വർക്ക് പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് സോഷ്യൽ മീഡിയയിലേക്കും ഡൗൺലോഡ് ചെയ്യുക. പക്ഷേ നമ്മൾ ഷെയർ ആക്കിയിരിക്കുന്നത് ഫേസ്ബുക്കിലേക്കാണ്. ഫേസ്ബുക്ക് തിരഞ്ഞെടുത്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ. അടുത്ത വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.